ഞാൻ ശ്രീ ലാൽകുമാറിലേക്ക് പോകുന്നു. ലാൽകുമാർ, എല്ലാ ഘട്ടത്തിലും CPM ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം എന്ന് പറയുമ്പോൾ അവരുടെ UDFന്റെ ഭാഗമാണ്, കക്ഷിയാണ് എന്ന നിലയ്ക്കാണ് MP ഗോവിന്ദൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയനും അത് ആവർത്തിക്കുന്നുണ്ട്. അതേസമയം ഇപ്പോൾ ഇന്നലെ ശിവഗിരി സമ്മേളനത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രസംഗം, അതിനുശേഷം ശിവഗിരി മഠത്തിൻ്റെ പ്രതികരണം, അപ്പോൾ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് എന്താണോ മുഖ്യമന്ത്രി പറഞ്ഞത് അതിനെ പൂർണ്ണമായും സ്വാമി സച്ചിദാനന്ദ തള്ളിയിരിക്കുകയാണ്. സ്വാമി സച്ചിദാനന്ദയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. അപ്പോൾ സനാതനധർമ്മം എന്നത് പൂർണ്ണമായും നിരാകരിക്കേണ്ട ഒന്നല്ല എന്ന് സ്വാമി തന്നെ പറയുന്നത് അറിവില്ലായ്മ കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ് എന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ചർച്ച ഒരു മുഖ്യമന്ത്രി, ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തേണ്ടതുണ്ടോ എന്നൊരു വിഷയം കൂടി. കാരണം അത് സങ്കീർണമായ വിഷയമാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന നിലയ്ക്ക് പറയാവുന്ന ഒരു കാര്യമല്ല. അത് പൂർണ്ണമായും ബ്ലാക്കാണ് എന്ന് പറയുമ്പോൾ അത് പലരെയും വേദനിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ പല കാര്യങ്ങളിലും പല ഘട്ടങ്ങളിലും ഇടതുപക്ഷത്തെ പിന്തുണച്ചവർ പോലും എതിർപ്പ് കാണിക്കുകയാണ് ചെയ്യുന്നത്. അത് രാഷ്ട്രീയമായി ദോഷം ചെയ്യില്ലേ? ഒരു ദോഷം ചെയ്യില്ല. കാരണം നോക്കൂ, മുഖ്യമന്ത്രി പറഞ്ഞതിൽ വളരെ വ്യക്തതയുണ്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ സം ആൻഡ് സബ്സ്റ്റൻസ് എന്താണ്? യഥാർത്ഥത്തിൽ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ സനാതനം എന്നുള്ള വാക്കങ്ങ് വിടൂ. നോക്കൂ, ഈ പറയുന്ന ഷർട്ടിട്ടുകൊണ്ട് കയറുന്നതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഗുരുദേവൻ എന്ത് ദർശനത്തിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് ഈ രാജ്യത്ത്. ഈ പറയുന്ന ഗുരുദേവനെ ഹൈജാക്ക് ചെയ്യാനുള്ളൊരു ശ്രമം ഇന്ന് തുടങ്ങിയതല്ല, അത് നേരത്തെ തന്നെ സംഘപരിവാർ നേരത്തെ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്ത് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അത് UDF വിരുദ്ധമോ ഒന്നുമല്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുകയാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രവർത്തകനെ ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു വലിയ ശ്രമം ഈ BJPയുടെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. നോക്കൂ, BJPയുടെ ഭാഗത്തുനിന്നാണ് ഇപ്പോഴും ഈ പറയുന്ന സനാതനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കത്തിച്ചു നിർത്താൻ നോക്കുന്നത്. ഈ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആചാരങ്ങളെ ലംഘിച്ചാണ് ഈ സംസ്ഥാനം ഇവിടെ വരെ എത്തിയത്. അത് ഗുരുദേവന്റെ ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ സനാതനം എന്ന് പറഞ്ഞ വാക്കാണോ നിങ്ങളുടെ പ്രശ്നം? ഞാനതിനകത്ത് ഒരു മെറിറ്റും കൊടുക്കുന്നില്ല ആ വാക്കിനകത്ത്. അതിപ്പം ഒരു ഡെഫിനേഷൻ എടുത്തിട്ട് സനാതനത്തിനകത്ത് ഇതുണ്ടായിരുന്നു, സനാതനത്തിനെ അദ്ദേഹം അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ല. അദ്ദേഹം എന്തിനു നിലകൊണ്ടിരുന്നു, ആ നിലകൊണ്ടതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. സനാതനവുമായി ബന്ധപ്പെട്ടാണ്, സനാതനം എന്നാൽ ചാതുർവർണ്ണ്യമുണ്ട് എന്ന ഒരു വിലയിരുത്തലുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് പിണറായി വിജയൻ വളരെ വിശദമായി തന്നെ പ്രസംഗിച്ചത്. അത് നിഷേധിക്കാവുന്ന കാര്യമല്ല. പക്ഷേ ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിന്റെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ സന്യാസി കൂട്ടായ്മ, സന്യാസികൾ ആ ദീക്ഷ സ്വീകരിക്കുന്നതിന് സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് ഒരു സന്യാസി സംഘം, സന്യാസി സമൂഹം പിണറായി വിജയനെ പിന്തുണയ്ക്കുമെന്ന് കരുതാൻ വയ്യ. അപ്പോൾ അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗം കൈവിട്ടു പോയോ എന്നൊരു പ്രശ്നമുണ്ടല്ലോ. സ്മൃതി, ഇതിന്റെ പ്രശ്നം എന്നറിയോ? ഇതിനകത്ത് പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്നൊരു ഡിബേറ്റ്, ഹിന്ദു സന്യാസിയാണോ ഈ പറയുന്ന ശ്രീനാരായണ ഗുരു എന്നുള്ള ചോദ്യമാണ് അന്ന് ചോദിക്കപ്പെട്ടത്. നോക്കൂ, ശിവഗിരി മഠത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പുസ്തകം നിങ്ങൾ നോക്കൂ, അതിനകത്ത് ഹിന്ദു എന്നുള്ളൊരു വാക്ക് മിക്കവാറും കാണുകയില്ല. കാര്യം അവർ ഹിന്ദു സന്യാസിയായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരല്ല. നമ്മുടെ പ്രശ്നം നിങ്ങൾ ഈ പറയുന്ന എന്താണോ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാര്യം, അതിനെ ഹിന്ദു എന്ന് പറയുന്നതുമായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് വെക്കുന്നു. ഈ സുനിൽ പേലയുടെ ഒരു പ്രസംഗത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം കേൾക്കുകയായിരുന്നു. ഈ പറയുന്ന ഇന്ന് നിലനിൽക്കുന്ന ഒരു മതവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട് ഗുരുദേവനുമായി ബന്ധപ്പെട്ട്. ഏത് സ്ഥലത്താണത് പറഞ്ഞേക്കുന്നത് എനിക്കറിയില്ല. ഗുരുദേവൻ തന്നെ ഹിന്ദു സന്യാസിയായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് പ്രശ്നം എന്താ? നിങ്ങൾ പറഞ്ഞ ആ വാചകത്തിൽ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഹിന്ദു സന്യാസിയാകും. ഈ സനാതനത്തിൽ കൂടാണ് സന്യാസിയാകുന്നതെങ്കിൽ അദ്ദേഹം ഹിന്ദു സന്യാസിയായി മാറി. അദ്ദേഹം ഹിന്ദു സന്യാസി അല്ലായിരുന്നു. അദ്ദേഹം മതവുമായി ബന്ധപ്പെട്ട് നിന്നൊരാളല്ല, മതത്തിന് പുറത്തു നിന്നൊരാളാണ് എന്ന് വ്യക്തമായി സ്ഥാപിക്കത്തക്ക രീതിയിൽ അക്കാഡമിക് എക്സസൈസ് നടത്തുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞാൻ അത്രത്തോളം കോമ്പീറ്റന്റ് അല്ല ആ വിഷയത്തിൽ സംസാരിക്കാൻ. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, എന്റെ വായനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഹിന്ദു മതത്തിനെ, ആചാരബന്ധിതമായി നിന്നിരുന്ന ഹിന്ദു മതത്തിന് പുറത്തു നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതല്ല എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ഒരു വിഭാഗം ഇടപെടുന്നുണ്ടെങ്കിൽ അതിനെ പൊളിക്കേണ്ടത്, അതിനെ പറഞ്ഞു തോപ്പിക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും കൂടെ ജോലിയാണ്, എന്റെയും നിങ്ങളുടെയും ജോലിയാണ്. അത് ഈ പറയുന്ന ഏതാണ്ട് പ്ലാൻ ചെയ്തു വന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് കരുതരുത്.
സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി വന്നൊരു കാര്യം അദ്ദേഹം ആലോചിച്ചുറപ്പിച്ചു പോയി പറഞ്ഞൊരു വിഷയമല്ലല്ലോ അത്. അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു റഫറൻസിന്റെ ഭാഗമായി പറഞ്ഞതാണ്. അല്ല, പ്രസംഗം തയ്യാറാക്കിയ പ്രസംഗം തന്നെയായിരുന്നു സ്റ്റേറ്റ്മെന്റ് അല്ല, സെൻസേഷണൽ സ്റ്റേറ്റ്മെന്റ് അല്ല. പ്രസംഗം ഗംഭീരമാണ്. ആ പ്രസംഗത്തിൽ എന്നെ സംബന്ധിച്ച പ്രസംഗം ഞാൻ അതിനെ ശ്ലാഘിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് സന്യാസി സമൂഹത്തിന് അത് ആ രൂപത്തിൽ ഉൾക്കൊള്ളാനായിട്ടില്ല. ഞാൻ വരുന്ന ഈഴവ വോട്ടുകളുമായി ബന്ധപ്പെട്ട് ശിവഗിരി എടുക്കുന്ന നിലപാടൊക്കെ പ്രധാനമാണ്. സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ തമിഴ്നാട്ടിൽ DMK നേതാവ് ആ പ്രതികരണം നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ നിന്നും നിശബ്ദത പാലിച്ച് വിട്ടുനിന്നത് ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ. അപ്പോൾ അതിൽ തൊട്ടാൽ പൊള്ളുമെന്നുള്ളതുകൊണ്ടാണ് ശ്രീ ടി